നെക്സ്റ്റ് സെക്ഷൻ ഓർത്തോഗണൽ മെട്രിക്സസ്. ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ n/n മെട്രിക്സ് എ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെ ആയിരിക്കണം. എ ട്രാൻസ്പോസ് ഇസിക്വൽ എ ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം നോക്കാം. ലെറ്റ് എ ബി എ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്. ദെൻ ഐഗൺ വാല്യൂസ് ഓഫ് എ ആർ റിയൽ നമ്പേഴ്സ്. ഐഗൺ വാല്യൂസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതിൽ കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് വരില്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ സിമെട്രിക് ആണ്, അതിൽ റിയൽ എൻട്രീസും ആണ്. അങ്ങനെയുള്ള മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. സിമെട്രിക് മെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. ഓക്കെ. അപ്പോൾ ലെറ്റ് ലാംഡ ബി എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ കെ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ലാംഡ ഇനി റിയൽ നമ്പറാണെന്ന് കാണിക്കണം. നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാംഡ റിയൽ നമ്പർ എന്നാണ്. ലാംഡ റിയൽ നമ്പറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് അത് തന്നെയായിരിക്കും. ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ എന്ന് കാണിച്ചാൽ മതി. എന്തായാലും ലാംഡ ഇസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ കെ ആണെങ്കിൽ നമ്മൾ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് ചെയ്തു നമ്പർ 1 എടുക്കുക. ഇനി ഇതിന് കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് എ ബാർ ഈക്വൽ ടു എ ആണ്. കാരണം എ റിയൽ മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ 2 എന്ന് എഴുതും. ഇനി ട്രാൻസ്പോസ് ഓഫ് 2 എടുക്കുക. രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കുക 2ൻ്റെ. അപ്പോൾ ട്രാൻസ്പോസ് തിരിച്ചാൽ വരിക. കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇവിടെ ലാംഡ ബാർ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ്. ഇത് ലാംഡ ബാർക്ക് റിയൽ നമ്പറാണ്, അത് പുറമെ എടുക്കുക. കെ ബാർ ട്രാൻസ്പോസ് എടുക്കും. ഓക്കെ. ഇനി മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് കെ ബൈ കെ ഫ്രം റൈറ്റ്, വലത് ഭാഗത്ത് കെ കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ രണ്ട് സൈഡും. അപ്പോൾ ഇങ്ങനെ കിട്ടും. 3 ഇക്വേഷൻ 3 കിട്ടും. ഇനി ഇക്വേഷൻ 1ൻ്റെ ഇടത് ഭാഗത്ത് കെ ബാർ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബോത്ത് സൈഡ്സ് ഓഫ് 1 എന്തുകൊണ്ട് കെ ബാർ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1ൽ. അങ്ങനെ 1 എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. 4 ഇക്വേഷൻ 4 കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്, 3 പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ 1നെ ഇപ്പുറത്ത് കെ ബാർ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതേ പാറ്റേണിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി 3 നിന്ന് 4 കുറച്ചാൽ മതി. 3 നിന്ന് 4 കുറയ്ക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള കെ ബാർ ട്രാൻസ്പോസും കെ ഉണ്ടാവും. അതിനിടയിൽ എ മൈനസ് എ ഉണ്ട്. ഇത് എ ആണ്, കോൺജുഗേറ്റില്ല. ഇപ്പുറത്തെ സൈഡ് അങ്ങനെ തന്നെ ലാംഡ ബാർ മൈനസ് ലാംഡ ഉണ്ട്. മറ്റത് കോമൺ ആണ്. കെ ബാർ ട്രാൻസ്പോസ് കെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് സെയിം ആണ്. കെ ബാർ ട്രാൻസ്പോസ് ചെയ്താണ്. ഇത് രണ്ടും സെയിമാണ്. ഇത് ഒരേപോലെ തന്നെ ഇത് വരിക. അത് ശരിക്കും ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇത് എങ്ങനെ തന്നെ എഴുതണ്ടേ, കെ ബാർ ട്രാൻസ്പോസ് തന്നെ എഴുതിയാൽ മതി. ഇത് ശരിക്കും അതങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിക്കും ട്രാൻസ്പോസ് ഇവിടെ ഇട്ടാൽ മതി. കെ ബാർ ട്രാൻസ്പോസ് ഇട്ടാൽ മതി. ഓക്കെ. അപ്പോൾ 3 - 4 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. കാരണം എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്, സിമെട്രിക് ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോവും. അപ്പോൾ ഇത് മൊത്തം ഈ സൈഡ് 0 ആയിപ്പോവും. അതുകൊണ്ട് ഇതും 0 ആവും. ഇത് 0 ആവും. പക്ഷേ കെ ബാർ ട്രാൻസ്പോസും കെ എന്ന് 0 അല്ല, കെ 0 അല്ലല്ലോ. അതുകൊണ്ട് ഇത് 0 ആവണം. ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു ലാംഡ ബാർ ആവും. എന്ന് പറഞ്ഞാൽ ലാംഡ റിയൽ നമ്പർ ആവും. അത്തരത്തിലാണ് ലാംഡ റിയൽ വരും. ഓക്കെ. അത്തരത്തിലാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഡോട്ട് വൈ, എക്സും വൈ രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ആയിരിക്കും. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ അവിടെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ, എക്സ് ഡോട്ട് വൈ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xn കോളായിട്ട് സാധാരണ എക്സ് ഒക്കെ എഴുതുക. അത് ട്രാൻസ്പോസ് വരുമ്പോൾ റോ ആവും. ട്രാൻസ്പോസ് വരുമ്പോൾ അത് റോ ആയിട്ട് മാറും. അങ്ങനെ റോ ആയിട്ട് മാറുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ കോളായിട്ടാണ് എക്സ് ഉണ്ടാവുക. അപ്പോൾ അത് ട്രാൻസ്പോസ് ആകുമ്പോൾ ഇങ്ങനെ റോ ആക്കുക ഇൻറ്റു വൈ എന്നറിയാത്തില്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 y1 x2 y2 എക്സെട്ര xn yn എന്ന് കിട്ടും. സാധാരണ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇതായിട്ട് കിട്ടും. ഇതാണ് സാധാരണ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. രണ്ട് വെക്ടർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അവയുടെ കോമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്താൽ മതി. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യമില്ല. ശരിക്കും ഒഴിവാക്കാം. നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ ഇത് തന്നെ എഴുതിയാൽ മതി. ഇവിടെ
റൈറ്റ് സൈഡിൽ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് എക്സ് എന്താണ്? എക്സ് ട്രാൻസ്പോസിൻ്റെ എക്സ് ആണ്. അപ്പോൾ എക്സ് എം സ്ക്വയർ പ്ലസ് എക്സ് എം സ്ക്വയർ കിട്ടും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടും. അപ്പോൾ നോം എന്ന് പറഞ്ഞാൽ അതാണ്. നോം ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ നോം എക്സ് ഈക്വൽ ടു, ഇതാണ് ചിഹ്നം, റൂട്ട് ഓഫ് എക്സ് ഡോട്ട് എക്സ് ആണ്, അതായത് ഇതിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇതാണ് എക്സ് എങ്കിൽ അതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പണൻസ് സ്ക്വയർ ചെയ്യുക. എക്സ് എം സ്ക്വയർ എക്സ് ടു സ്ക്വയർ എക്സ് എം സ്ക്വയർ ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക, അതാണ് നോം. ഓക്കെ, അങ്ങനെ പഠിക്കാം. ഇനി അടുത്ത റിസൾട്ട് പോവാം. ലെറ്റ് എ ബി എൻ സ്ക്വയർ മാട്രിക്സ്, n by n സ്ക്വയർ മാട്രിക്സ് ആണ്. ദെൻ ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആർ ഓർത്തോഗണൽ, സിമെട്രിക് കൂടിയാണ്. സിമെട്രിക് മാട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കല്ലോ, ഓരോ ഐഗൺ വാല്യൂസിൻ്റെയും ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കല്ലോ, അവ തമ്മിൽ ഓർത്തോഗണലായിരിക്കും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ രണ്ട് എണ്ണം ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്നാണ് അർത്ഥം. ഇപ്പോൾ K1 K2 ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ K1 ഡോട്ട് K2 0 എന്നാണ്. അതുകൊണ്ട് നമ്മൾ λ1 λ2 ബി ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് എ എന്ന് വിചാരിക്കുക, വിത്ത് ഐഗൺ വെക്ടേഴ്സ് K1 K2 റെസ്പെക്റ്റീവ്. നമ്മൾ കാണിക്കേണ്ടതാ K1 ഡോട്ട് K2 0 എന്ന് കാണിച്ചാൽ മതി, ഓർത്തോഗണൽ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഐഗൺ വാല്യൂസിൻ്റെ ഐഗൺ വെക്ടർ ഡെഫിനിഷൻ വെച്ചാൽ AK1 ഈക്വൽ λ1 K1 AK2 ഈക്വൽ λ2 K2 എന്ന് എഴുതാം. അത് സിൻസ് λ1 ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ K1 ആണ്, ഇങ്ങനെ എഴുതും. λ2 ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ K2 ആണ്, ഇങ്ങനെ എഴുതും. അപ്പോൾ 1 2 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻ എഴുതി. ഇനി ട്രാൻസ്പോസ് എടുക്കുകയാണ്, ബോത്ത് സൈഡ്സ് ഓഫ് 1 രണ്ട് സൈഡ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ തിരിച്ചല്ലേ ട്രാൻസ്പോസ് വരിക, K1 ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ λ1 ഇൻറ്റു K1 ട്രാൻസ്പോസ് വരും. ദറ്റ് ഈസ് K1 ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എ ആയിരിക്കും, കാരണം എന്താ, സിമെട്രിക് ആണ്. അപ്പോൾ λ1 ഇൻറ്റു K1 ട്രാൻസ്പോസ് കിട്ടി. ഇനി മൾട്ടിപ്ലൈ ബൈ K2 ഫ്രം റൈറ്റ് സൈഡ് K2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ. അങ്ങനെ വരുമ്പോൾ ഇത് വരും ഇവിടെ, ഇത് ഇങ്ങനെ 3 എന്ന് പറഞ്ഞ ഇക്വേഷനായി. ഇനി ഇക്വേഷൻ 2-നെ ഇതേപോലെ ആയി വരാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 2-ൽ ലെഫ്റ്റിൽ നിന്ന് K1 ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. K1 ട്രാൻസ്പോസ് കൊണ്ട് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും ഇക്വേഷൻ 2-നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 4 കിട്ടി. അപ്പോൾ 3ഉം 4ഉം കിട്ടിയല്ലോ. അപ്പോൾ 3 - 4 ചെയ്യുമ്പോൾ ഈ സൈഡ് 0 ആയി, കാരണം രണ്ടും ഒന്നായിരിക്കും. ഈ സൈഡ് λ1 - λ2 ബാക്കി കോമൺ ആയിട്ട് ഇതുണ്ട്, അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഇത് 0 ആവുക നിവൃത്തിയുള്ളൂ അല്ലേ. അപ്പോൾ പക്ഷേ ഇത് വ്യത്യസ്തങ്ങളാണ്, ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. λ1 λ2 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ λ1 നോട്ട് ഈക്വൽ λ2 ആണെങ്കിൽ ഇത് 0 ആവില്ല. അപ്പോൾ അതുകൊണ്ട് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് 0 ആവണം, ഇത് 0 ആവുക. ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ, K1 ട്രാൻസ്പോസ് K2 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അല്ലേ, ഇത് 0 ആവില്ല. ഇത് 3 - 4 ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടും ഒന്നായതുകൊണ്ട് 0 ആയിപ്പോയി, ഇതിങ്ങനെ വന്നു. അപ്പോൾ ഇത് 0 ആവണം, അല്ലേ ഇത് 0 ആവണം. ഇത് 0 ആവില്ല പറയാൻ കാരണം λ1 λ2 വ്യത്യസ്തങ്ങളായതുകൊണ്ടാണ്, ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് അല്ലേ. അപ്പോൾ 0 ആവില്ല, അപ്പോൾ ഇത് 0 ആവും. ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് ട്രാൻസ്പോസ് ബൈ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് ബൈ 0. അപ്പോൾ K1 ഡോട്ട് K2 0 ആണ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗണലാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് സിമെട്രിക് ആയിരിക്കണം, മെട്രിക്സ് സിമെട്രിക് ആണ്, അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഓർത്തോഗണൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to 0 - 1 0 -1 -1 1 0 1 0. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ഇട്ടു, എ ട്രാൻസ്പോസ് എ റേസ് ടി എഴുതി. അത് പക്ഷേ എ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ്, ആ മെട്രിക്സ് ആണ് സിമെട്രിക് ആണ്. ഒന്നുമില്ല, ഡയഗണൽ നോക്കിയാൽ അറിയാം. ഡയഗണലിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ അപ്പുറം ഒരേപോലെ വരും, അത് നോക്കിയാൽ മെയിൻ ഡയഗണലിൻ്റെ അപ്പുറം ഒരേപോലെ വരുന്നതാണ് സിമെട്രിക് ആണ്. ഇനി നമുക്കിതിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കാണണം, ഏതിൻ്റെ എയുടെ. അതിനുവേണ്ടി നമ്മൾ A - λI ഫോം ചെയ്യും. എളുപ്പമാണല്ലോ, A - λI ഫോം ചെയ്യാൻ. എൻ്റെ ഇവിടെ -λ ഇട്ടാൽ മതി, അപ്പോൾ ഇത് കിട്ടും. പിന്നെ ടേക്കിംഗ് ഡിറ്റർമിനൻ്റ് എല്ലാം ഫസ്റ്റ് റോ ആണ് എടുക്കുന്നത്. നമ്മൾ ഡിറ്റർമിനൻ്റ് എല്ലാം ഫസ്റ്റ് റോ എടുക്കാൻ കാരണം ഇവിടെ 0 ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ -λ ഇൻറ്റു അത് നിൽക്കുന്ന റോയും കോളമിലേക്ക് ബാക്കി മൈനസ് അടുത്ത് വരും, -1 ഇൻറ്റു നോക്കി ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് പ്ലസ് അടുത്ത 0 ആയിപ്പോവും എന്ന് കിട്ടി. -λ ഇൻറ്റു സിംപ്ലിഫിക്കേഷനാണ്. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ -λ ഇൻറ്റു ദിസ്. അപ്പോൾ ഒന്നുകിൽ ഇത് λ 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. λ 0 അല്ലെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ 1 - 2. അപ്പോൾ 0 1 - 2 ആണ് ഐഗൺ വാല്യൂസ്. λ1 എടുക്കുക 0-നെ, λ2 1, λ3 -2. ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്.
ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണ് നേരത്തെ പറഞ്ഞ റിസൾട്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ച് കിട്ടുന്ന ഐഗൺ വെക്ടേഴ്സ് പരസ്പരം ഓർത്തോഗണലായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ λ1 = 0 ആകുമ്പോൾ നമുക്കൊരു k1 കണ്ടുപിടിക്കണം. XYZ എടുക്കുക. അപ്പോൾ a - λ1 i k1 0. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കുക അല്ലേ. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കി നമ്മൾ എന്തായാലും ഇവിടെ ലീഡിങ് 1 വരാൻ വേണ്ടിയിട്ട് R2 R1 അങ്ങോട്ട് കൂടെ മാറ്റണം. ഇതിൽ ലീഡിങ് 1 ഫസ്റ്റിൽ വരുന്നതാണല്ലോ എളുപ്പം. ഇവിടെ വരണ്ടേ, ഇവിടെ കൂടെ മാറ്റിയിടാം. അങ്ങനെ മാറ്റിയിട്ടു. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് -1 1 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 - 1 വന്നാൽ മതി. ഇതിൻ്റെ ചോട്ടിൽ 2 0 ഇവിടെ അങ്ങനെ തന്നെ ലീഡിങ് വന്നു. ഇതിൻ്റെ ചോട്ടിൽ ഇത് 0 ആക്കണം. ഇത് 0 ആക്കണമെങ്കിൽ ഇതിനോട് 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ R3 + R2, R3ക്ക് ചേഞ്ച് വരുന്ന R3 + R2 ആയിരിക്കും. അപ്പോൾ R3 + R2 ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു 0 റോ വരും. ബാക്കിയുള്ളത് ഇക്വേഷനിലേക്ക് മാറ്റാം. -x - 5 + z = 0 ആയി. ഇവിടെ -5 0 ആയി. പിന്നെ പറഞ്ഞല്ലോ -5 0 എന്ന് പറഞ്ഞാൽ y 0 ആണ്. ഇവിടെ 1 0 റോ വന്നുകൊണ്ട് ഒരു ഫ്രീ വേരിയബിൾ ഉണ്ട്. അപ്പോൾ z t എടുത്തു. y എന്തായാലും 0 ആണ്. അപ്പോൾ x എന്ത് വരും? ആയത്തിൽ കൊടുത്താൽ x t എന്ന് വരും. അപ്പോൾ x t ആയി. അപ്പോൾ x t y 0 z t എന്ന രൂപത്തിലാണ് ഇത് വരിക. ടിക്ക് 1 എടുത്താൽ x1 0 1. അപ്പോൾ k1 എന്നുള്ളത് 1 0 1 എന്ന രീതിയിൽ ഐഗൺ വെക്റ്റർ കിട്ടി. കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ λ1 = 0 അപ്പോൾ കിട്ടി. അതുപോലെ λ2 1 എടുക്കുക. k2 XYZ എടുത്ത് ഇതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കിയിട്ട് പ്രൊസീഡ് ചെയ്താൽ നമുക്കിതേപോലെ എന്ത് കിട്ടും? k2 കിട്ടും. അതുപോലെ λ3 -2 എടുത്താൽ ഇതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, k3 XYZ എടുത്ത് ഇതേ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് k3 എന്നുള്ളത് -1 - 1 കിട്ടും. അപ്പോൾ അവിടെ k1 k2 k3 കിട്ടി. ഇനി നമുക്ക് നേരത്തെ പ്രകാരം ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആയതുകൊണ്ട് ഇത് 3 ഓർത്തോഗണലായിരിക്കും. അതായത് k1 k2 ഓർത്തോഗണൽ, k2 k3 ഓർത്തോഗണൽ, k1 k3 ഓർത്തോഗണലായിരിക്കും. അത് വെരിഫൈ ചെയ്യാൻ പറ്റും. k1 · k2 തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യില്ലേ. 1 × -1 + 0 × 1 + 1 × 1 0 ആയിരിക്കും. അതുപോലെ k2 × k3 ചെയ്താൽ 0 ആയിരിക്കും. k1 × k3 ചെയ്താലും 0 ആയിരിക്കും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ റിസൾട്ടിൻ്റെ ഒരു വെരിഫിക്കേഷനാണ്, ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഓർത്തോ നോർമൽ വെക്റ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് x1 x2 xn ഈസ് ഓർത്തോ നോർമൽ എന്ന് പറയുകയാണെങ്കിൽ ഇഫ് എവരി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെക്റ്റേഴ്സ് ഈസ് ഓർത്തോഗണൽ. ഏത് രണ്ടെണ്ണവും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കണം. ആൻഡ് ഈച്ച് ഹാസ് നോം ഈക്വൽസ് ടു 1. ഓരോന്നിൻ്റെയും നോം 1 ആയിരിക്കണം. നോം x1 1 ആയിരിക്കണം, നോം x2 1 ആയിരിക്കണം, നോം xn 1 ആയിരിക്കണം. മാത്രമല്ല അത് പരസ്പരം ഓർത്തോഗണലായിരിക്കണം അല്ലേ. ആൻഡ് xi.xj 0 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 2 ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ 2 തമ്മിൽ ഡോട്ട് എടുത്താൽ 0 ആയിരിക്കും, ഓർത്തോഗണലായിരിക്കും. പിന്നെ ഓരോന്നിൻ്റെയും നോം 1 ആയിരിക്കും. ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഓർത്തോ നോർമൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു n/n മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആവരുത്. അങ്ങനത്തെ നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഓർത്തോഗണൽ മെട്രിക്സ് പറയണമെങ്കിൽ എ ട്രാൻസ്പോസും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. എ ട്രാൻസ്പോസിൻ്റെ എ ഐഡൻറ്റിറ്റി ആവണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. എ ഇൻവേഴ്സിൻ്റെ എ എപ്പോഴും ഐഡൻറ്റിറ്റി ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ എ ട്രാൻസ്പോസിൻ്റെ എ ഐഡൻറ്റിറ്റി ആവണമെന്നില്ല. അങ്ങനെ എ ട്രാൻസ്പോസും എയും തമ്മിൽ മൾട്ടിപ്ലൈ ഐഡൻറ്റിറ്റി വരുന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിന് പറയുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഒരു 3/3 മാട്രിക്സ് ആണ്. അതിൻ്റെ ഫസ്റ്റ് റോ 1/3 -2/3 2/3, സെക്കൻഡ് റോ 2/3 2/3 1/3, തേർഡ് റോ -2/3 1/3 2/3 ആണ്. ഇത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എ ട്രാൻസ്പോസിൻ്റെ എ കണ്ടുവെക്കുകയാണ്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് റോ മാറ്റി കോളാക്കി, സെക്കൻഡ് റോ മാറ്റി സെക്കൻഡ് കോളോ, തേർഡ് റോ മാറ്റി തേർഡ് കോളാക്കിയാൽ ഇൻറ്റു ഇത് തന്നെ എ മൾട്ടിപ്ലൈ ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 1 ആയിരിക്കും. ഇതും മൾട്ടിപ്ലൈ 0 ആയിരിക്കും. ഇതും മൾട്ടിപ്ലൈ 0 ആയിരിക്കും. അതുപോലെ അടുത്ത് ഇതും മൾട്ടിപ്ലൈ 0 ആയിരിക്കും. ഇതും മൾട്ടിപ്ലൈ 1 ആയിരിക്കും. ഇതും മൾട്ടിപ്ലൈ 0 ആയിരിക്കും. അതുപോലെ തേർഡ് ഫസ്റ്റ് മൾട്ടിപ്ലൈ 0, തേർഡും സെക്കൻഡും 0 ആയിരിക്കും. തേർഡ് മൾട്ടിപ്ലൈ 1 ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്തോഗണൽ ആണെന്ന് മനസ്സിലായി. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ഇനി ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ
അതിൻ്റെ കോളംസ് ഒക്കെ തന്നെ എന്തായിരിക്കും? ഓർത്തോ നോർമലായിരിക്കും. ഓരോ കോളം ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ കോളം ഇത് x1, ഈ കോളം x2, ഈ കോളം x3, ഇത് മൂന്നും ഓർത്തോ എന്തായിരിക്കും? നോർമലായി. എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓരോന്നിൻ്റെയും നോം 1 ആയിരിക്കും. അതാണ് അടുത്തത് വെരിഫൈ ചെയ്യുന്നത്. ഇതേ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് എടുത്തിട്ട് x1 x2 x3 ഇതിൻ്റെ കോളംസ് ആണ്, കോളംസ് ഓഫ് എ ആണ്. വെരിഫൈ ദാറ്റ് നോം 1 ആയിരിക്കും. ഓരോന്നിനും നോം 1 ആയിരിക്കും. ഓൾസോ ഓർത്തോഗണലായിരിക്കും. നമ്മൾ വെരിഫൈ ചെയ്യാൻ പറ്റും. x1 ഡോട്ട് x2 കണ്ടാൽ 0 ആയിരിക്കും. അതുപോലെ x2 ഡോട്ട് x3യും x1 ഡോട്ട് x3യും 0 ആയിരിക്കും. ഓരോന്നിൻ്റെയും നോം 1 ആയിരിക്കും. അപ്പോൾ ദസ് കോളം വെക്ടേഴ്സ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് ആർ ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് വെരിഫൈ ചെയ്താണ്. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ വെരിഫൈ ചെയ്താണ്.